ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്പെഷ്യൽ ചിക്കൻ വരട്ടാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേയായിട്ട് ആരെങ്കിലും നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതക്കാതെ ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല, അതൊരു സ്പെഷ്യൽ ചിക്കൻ വരട്ടാണിത്. വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചതക്കാതെ തന്നെ നേരിട്ട് ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ നമ്മൾ വറ്റൽ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനാവശ്യമുള്ള വറ്റൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 6 വറ്റൽ മുളകാണ് കേട്ടോ, 6-7 വറ്റൽ മുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് അത്യാവശ്യം വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഉള്ളി ഇതൊക്കെ പാനിൻ്റെ സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് 1 ടീസ്പൂണ് നിറയെ വലിയ ജീരകം ആ സൈഡിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ വഴറ്റിയിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആ സെയിം എണ്ണയിലോട്ട് തന്നെ ഈ ചതച്ച് വെച്ചില്ലേ ഈ മസാല അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് അതൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് പൊടി ഇട്ടത് ഒപ്പം തന്നെ വഴറ്റി കൊടുത്താൽ അത് പച്ചമണം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ചെയ്യും. പിന്നെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ തെളിഞ്ഞായിക്കോട്ടെ, നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയതല്ലേ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുഴുവൻ ചിക്കനും ഇട്ടതിന് ശേഷം ഒന്ന് നല്ല പോലെ ഇളക്കി കുറച്ച് നേരം നല്ല തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് നേരം അങ്ങനെ നിന്നോട്ടെ. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം തന്നെ പിന്നെയും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പ് ഇതിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടതാണ്. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം അത്യാവശ്യം കറിവേപ്പ് എത്ര കയ്യിലുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് വേവിക്കുക. അതിലോട്ട് തുള്ളി വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ചിക്കൻ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. കണ്ടോ, ഞാനൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ചിക്കനൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നമ്മൾ ചിക്കനൊക്കെ അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ്. അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വരട്ടാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. പിന്നെ നമ്മൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും